ഇറാനിലെ സമ്പുഷ്ട യുറേനിയം പിടിച്ചെടുത്ത് യുഎസിലേക്ക് എത്തിക്കുമെന്ന വാദം ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് ഇക്കാര്യം പ്രസ്താവിച്ചത്. സമ്പുഷ്ട യുറേനിയം ഉടനടി അമേരിക്കക്ക് കൈമാറുകയും നാട്ടിലേക്ക് കൊണ്ടുവന്ന് നശിപ്പിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായി സംയുക്തമായും ഏകോപനത്തോടെയും തീരുമാനിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സ്വീകാര്യമായ മറ്റൊരു സ്ഥലത്ത് ആറ്റോമിക് എനർജി കമ്മീഷന്റെ കൂടി കാർമ്മികത്വത്തിൽ നശിപ്പിക്കും. ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി, പ്രസിഡന്റ് ട്രൂത്തിൽ കുറിച്ചു. അതേസമയം ഇറാനും യുഎസും തമ്മിലുള്ള ചർച്ചകൾ നടന്നുവരികയാണ്. ഉടനെ ഒരു കരാറാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇരുവിഭാഗവും ചില വിഷയങ്ങളിൽ പിടിവാശി തുടരുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 10 വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് മൊറട്ടോറിയം ഏർപ്പെടുത്തണം എന്നതാണ് യുഎസിന്റെ പ്രധാന ആവശ്യം. മുമ്പ് യുഎസ് നിർദ്ദേശം 20 വർഷം മൊറട്ടോറിയം വേണമെന്നായിരുന്നു. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള സമ്പുഷ്ട യുറേനിയം ശേഖരം യുഎസിന് കൈമാറണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ട്രംപ്. ഇന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഉന്നയിച്ചതും ഈ ആവശ്യമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാൽ ഇതിന് ഇറാൻ തയ്യാറല്ല. ആണവ ചർച്ച നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. ആണവേതര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലൂടെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും. ആണവ ചർച്ച പിന്നീട് നടത്താം. ഹോർമുസിലെ ഇറാന്റെ അധികാരങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് മറ്റൊന്ന്. നിലവിൽ ഇറാൻ ഹോർമുസിൽ സർവാധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഹോർമുസിൽ ടോൾ പിരിവ് നടത്താനായി ഇറാൻ ഒരു പ്രത്യേക സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. വെടിനിർത്തലിനു പിന്നാലെ അറേബ്യൻ കടലിലും ഒമാൻ ഉൾക്കടലിലും യുഎസ് നാവിക ഉപരോധം ശക്തമായി തുടരുകയാണ്. ഇത് വാഷിംഗ്ടണിനോടുള്ള ടെഹ്റാന്റെ അവിശ്വാസം ശക്തിപ്പെടുത്തിയതായി ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനെ ഇറാൻ അറിയിച്ചിട്ടുണ്ട്. സംഭാഷണം പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന കാര്യം വിശ്വാസ്യത സ്ഥാപിക്കുക എന്നതാണെന്ന് ഇറാൻ പറയുന്നു. ഏറ്റവും പുതിയ യുഎസ് കരട് നിർദ്ദേശത്തോടുള്ള പ്രതികരണം ടെഹ്റാൻ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്.